അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വലിയൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം നടക്കുന്നത് ഒരു സാധാ ഓഡിറ്റോറിയത്തിലല്ല. എൻ്റെ നാട്ടിലെ വളരെ ഗ്രേറ്റ് സ്റ്റൈലിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ഹാളിലാണ് കല്യാണം നടക്കുന്നത്. വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നത് പൈനാപ്പിൾ, തണ്ണിമത്തൻ, അങ്ങനെ പല ജ്യൂസും ഉണ്ട്. ഞാൻ പൈനാപ്പിൾ ആണ്. ഞങ്ങൾ അങ്ങനെ മണ്ഡപത്തിലേക്ക് ഒറ്റക്കല്ല വന്നത്, ഞാൻ വീട്ടുകാരോടൊപ്പമാണ് വന്നത്. വീട്ടുകാരും പിന്നെ കൂടെ വന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോകും. ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നില്ല, എനിക്കതിന് താല്പര്യമില്ല. എൻ്റെ താല്പര്യം ഏത് കാര്യത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി. വളരെ സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ കാറ്ററിംഗ് ഒക്കെ. സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ ആൾക്കാർ ഇതിനകത്ത് കയറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാ ഓഡിറ്റോറിയം അല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ശരാശരി കല്യാണത്തിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, കഴിച്ച് എഴുന്നേൽക്കാനിരിക്കുന്ന ആളുടെ പിന്നിൽ പോയി വന്ന് നിൽക്കുന്ന ഒരു പരിപാടി, അത് ഇവിടെ നടക്കില്ല. അതെന്തായാലും നന്നായി, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാഴ്ചയാണത്. അങ്ങനെ ഇലയും ഗ്ലാസും വന്നെത്തി. ഇനി ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ ഇനി വരാനുണ്ട്. അങ്ങനെ കുറച്ച് മിനിറ്റുകളുടെ കാത്തിരിപ്പിന് ശേഷം വിഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഇലയിൽ എല്ലാ ഐറ്റംസും റെഡിയായി. ഇനി എൻ്റെ പണി അങ്ങ് തുടങ്ങാം. അങ്ങനെ രസവും വന്നു, മോരും വന്നു, 2 കൂട്ടം പായസവും വന്നു. പരിപ്പ് പായസം, പാലടയും, പിന്നെ പഴവും, ബോളിക, പിന്നെ ഒരു പപ്പടവും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് പോകാനിരിക്കുമ്പോൾ ഇതാ അവിടെ ടേബിളിൽ ഒരു പഴക്കൊല എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്.